നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ഒത്തിരി ആഗ്രഹങ്ങളുണ്ടായിരിക്കും അല്ലേ? പക്ഷെ പലപ്പോഴും നമ്മൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാണ്ട് ആ ആഗ്രഹങ്ങളൊക്കെ ആഗ്രഹങ്ങളായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുന്നതായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെ ലൈഫിൽ സംഭവിക്കുന്നത്. കുറേ കാര്യങ്ങളുണ്ടായിരിക്കും, പക്ഷെ അതൊക്കെ ആഗ്രഹങ്ങൾ മാത്രമായിട്ട് ഉള്ളിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ സക്സസ്ഫുൾ ആക്കണ്ടേ, അച്ചീവ്മെൻറ്റ് നമ്മുടെ ലൈഫിൽ നമുക്ക് വേണ്ടേ? അങ്ങനെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു 3 ടിപ്പാണ് പറയുന്നത്. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. നമുക്കൊക്കെ ഒത്തിരി അറിവുണ്ടായിരിക്കും അല്ലേ? പല പല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അറിവുണ്ടായിരിക്കും. നമുക്ക് ചെയ്യാൻ പോകുന്ന ഏത് കാര്യമാണോ അതിനെക്കുറിച്ചും ചിലപ്പോൾ നമുക്ക് അറിവുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും അതൊന്നും ലൈഫിൽ അപ്ലൈ ചെയ്യാറില്ല. ഇപ്പം നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയും, എന്തിനാ അതൊക്കെ പഠിക്കുന്നത്, വല്ല കാര്യമുണ്ടോ, നമ്മുടെ ലൈഫിൽ ഇതൊന്നും നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നില്ലല്ലോ, നമ്മൾ വേറെ എന്തൊക്കെയല്ലേ ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. നമ്മുടെ ലൈഫിൽ ആവശ്യമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് അപ്ലൈ ചെയ്യേണ്ട കറക്റ്റ് ടൈമിൽ നമ്മൾ അപ്ലൈ ചെയ്യണം. അല്ലാത്ത പക്ഷം നമുക്കൊരു കാര്യത്തിനെ കുറിച്ച് എത്രയൊക്കെ അറിവുണ്ടെന്ന് പറഞ്ഞാലും വല്ല കാര്യമുണ്ടോ? അത് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ടല്ലേ കാര്യമുള്ളൂ. കുറേ അറിവുണ്ടാക്കി വെച്ചിട്ടെന്താ, നമുക്ക് എക്സ്പീരിയൻസ് വേണ്ടേ? അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ അറിയണ്ടേ? അപ്പം എപ്പോഴും നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം സംഭവിക്കുമ്പോഴും എന്തിനെ കുറിച്ചുള്ള നോളജ് ആണെന്നുണ്ടെങ്കിലും അത് അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് റിസൾട്ട് കിട്ടും. അത് ഉറപ്പാണ്. അല്ലാതെ പക്ഷെ അതൊക്കെ നോ യൂസ്, ഒരു കാര്യമില്ലാത്ത അറിവുകളാണ്. നമ്മൾ കുറേ ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നല്ലാണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എനിക്കതിനെക്കുറിച്ച് നല്ല ധാരണയാന്ന് പറയാമെന്നല്ലാണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. സോ എപ്പോഴും അറിവുകൾ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ നമ്മുടെ ലൈഫിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങൾ ഒരിക്കലും മിസ് ചെയ്യാൻ നിൽക്കരുത്. അതായത് നമുക്ക് ക്ഷമ പൊതുവേ കുറവാണ് അല്ലേ? ചിലപ്പോൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒന്ന് ക്ഷമിച്ചിരുന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അതിനേക്കാൾ വലിയ റിവാർഡ് ചിലപ്പോൾ നമ്മുടെ ലൈഫിലേക്ക് നമുക്ക് കൊണ്ടുവരാനുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ കുട്ടികളുടെ അടുത്തൊക്കെ പറയും, നീ ഇത് ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നീ അത് കഴിച്ചോ, അല്ലാന്നുണ്ടെങ്കിൽ നീ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ നല്ല കാര്യങ്ങൾ നിനക്ക് ചെയ്തു തരാം എന്നൊക്കെ കുട്ടികളുടെ അടുത്തോ അല്ലെങ്കിൽ പാരൻസ് ഒക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. നീ മിഠായി വേണമെന്നുണ്ടെങ്കിൽ കഴിച്ചോ, പക്ഷെ ഒന്ന് വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 2 മിഠായിയൊക്കെ നിനക്ക് തരാമെന്ന് പറയും. അപ്പോൾ ഈ വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് 2 മിഠായി കിട്ടും, ഈ വെയിറ്റ് ചെയ്യാത്ത കുട്ടികൾക്ക് 1 മിഠായി കിട്ടത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ എല്ലാം എടുത്ത് ചാടി ചെയ്യാനൊന്നും നിൽക്കണ്ട. കുറച്ച് വെയിറ്റ് ചെയ്യുക. എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ വരാനിരിക്കുന്നുണ്ടായിരിക്കും, നമ്മൾ അതിന് വേണ്ടിയിട്ടേ വെയിറ്റ് ചെയ്യേണ്ടത്. ഏറ്റവും വലിയ ആ ഒരു റിവാർഡിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുക. അല്ലാണ്ട് ഒരു ക്ഷമയില്ലാണ്ട് ഇപ്പോൾ കിട്ടുമല്ലോ ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ഇതങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അത് ആ സമയത്തിനേ ഉണ്ടാവുള്ളൂ, അത് കഴിയും. ലാസ്റ്റ് ചെയ്ത് നമ്മുടെ കൂടെ ഒരിക്കലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഞാൻ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ലൈഫിൽ ലാസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ ലൈഫ് ലോങ് നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു ഹാപ്പി കാര്യം സംഭവിക്കണമെങ്കിൽ അത് കരിയറോ ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ എന്തും ആയിക്കോട്ടെ, ക്യാഷോ എന്തും ആയിക്കോട്ടെ, ലൈഫ് ലോങ് കൂടെ ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം, എഫേർട്ട് ഇടണം, നല്ലോണം ടൈം സ്പെൻഡ് ചെയ്യണം. നല്ലോണം ടൈം സ്പെൻഡ് ചെയ്ത് കിട്ടുന്ന കാര്യങ്ങളെ നമ്മുടെ കൂടെ ഉണ്ടാകത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അപ്പോഴേ ഉള്ളൂ. മനസ്സിലായോ? കുറേ കാലത്തിന് ശേഷം നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിവാർഡ്, നല്ല റിവാർഡ് നമ്മുടെ ലൈഫിൽ കിട്ടും. സോ ഒന്ന് ക്ഷമയോടുകൂടി ഇരിക്കാനായിട്ട് നോക്കുക. നമ്മളൊക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ പല പല മോട്ടിവേഷണൽ പിക്ചേഴ്സൊക്കെ നമ്മൾ കാണും അല്ലേ? അതിലൊന്നാണ്, ഇപ്പോൾ ഒരാൾ ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് വെള്ളം കിട്ടും. മറ്റേ ആളെന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് കുറച്ച് കുഴിക്കും, പിന്നെ അത് മടുത്തപ്പോഴത്തേനും അടുത്ത സ്ഥലത്ത് കുഴിക്കും, അവിടെ നിന്ന് കിട്ടാണ്ടാകുമ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് കുഴിക്കും. അപ്പോഴൊക്കെ ഈ വെള്ളം ഇങ്ങനെ തൊട്ട് സ്ഥലത്ത് ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടാവും. ഒരു കുഴിയും കൂടെ കുഴിച്ച് ചിലപ്പോൾ നമുക്ക് ആ വെള്ളം കിട്ടുമായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യാണ്ട് ഇങ്ങനെ മാറി ക്ഷമയില്ലാണ്ട് ഇങ്ങനെ മാറി കുഴിച്ചുകൊണ്ടിരിക്കും. ക്ഷമയോടുകൂടി ഒരു സ്ഥലത്ത് തന്നെ കുഴിച്ചിരിക്കുന്ന ആൾക്ക് ആ വെള്ളം കിട്ടും. അങ്ങനത്തെ കുറേ ഫോട്ടോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ? സത്യാവസ്ഥയാണത്. നമ്മുടെ ലൈഫിൽ നമ്മളിങ്ങനെ ചാടി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫീൽഡിൽ തന്നെ നമുക്കൊരു അച്ചീവ്മെൻറ്റ് കിട്ടിക്കൊള്ളണമെന്നില്ല. അങ്ങനെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് അച്ചീവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ക്ഷമയോടുകൂടി നമ്മൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ചിലർ ഇങ്ങനെ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് ചാടുക, അവിടെ നിന്ന് ഒരു 6 മാസം അടുത്ത കമ്പനിയിൽ നിന്ന്, അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കമ്പനിയിൽ. അങ്ങനെ നമുക്ക് ഒന്നും നേടാൻ കഴിയാണ്ട് നമ്മളിങ്ങനെ പാറിപ്പറന്ന് ഇങ്ങനെ നടക്കും. ഒരു സ്ഥലത്ത് കുറേ കാലം നിന്നാൽ മാത്രമാണ് നമുക്ക് അവിടുന്ന് ഒരു പ്രൊമോഷൻ കിട്ടുക, സാലറി ഹൈക്ക് കിട്ടുക, മറ്റ് കമ്പനിയിലേക്ക് നമുക്ക് അവിടുന്ന് ഷിഫ്റ്റ് തരിക. അങ്ങനത്തെ പരിപാടികളൊക്കെ നടക്കത്തുള്ളൂ. നമ്മൾ ഉദ്ദേശിച്ച ഒരു പൊസിഷനിലേക്ക് എത്തുക, കുറേ നോളജ് നമുക്ക് കിട്ടും. അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ക്ഷമയോട് കൂടിയിട്ട് ടൈം സ്പെൻഡ് ചെയ്ത് നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ടാണ് പല അച്ചീവ്മെൻറ്റ്സ് മേ ബി നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടാവുക. ഓക്കെ, ഇപ്പോൾ ഒരു ഫീൽഡിൽ തന്നെ ഉറച്ച് കുറേ കാലം വർഷങ്ങളോളം നിന്നാൽ മാത്രമാണ് ഒരു ലൈഫ് ടൈം സെറ്റിൽമെൻ്റ് ആയിട്ട് അത് നമ്മുടെ കൂടെ നിൽക്കത്തുള്ളൂ. മനസ്സിലാക്കുക. അപ്പോൾ കുറേ അറിവുണ്ടാക്കുക എന്നുള്ളതിലൊന്നും കാര്യമില്ല. അത് അപ്ലൈ ചെയ്യുക,
ഈ അറിവ് ഉണ്ടാക്കുക എന്ന് പറയുന്ന ചെറിയ കാര്യമാണ്, ഒരിക്കലും ഇല്ല. ഒരു നോളജ് അക്വയർ ചെയ്യുക എന്ന് പറയുന്നത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, നോട്ട് ഈസി. അത് മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി അല്ലാത്തൊരു പ്രൊസീജിയറാണ് അറിവുണ്ടാക്കുക. അങ്ങനെ നമ്മൾ അറിവുണ്ടാക്കി കഴിഞ്ഞത് അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, അതുപോലെ തന്നെ ഇൻസ്റ്റൻറ്റ് പ്ലഷറിന് വേണ്ടിയിട്ട് ഒരു കാര്യം ഗീവ് അപ്പ് ചെയ്യരുത്, ഒരു കാര്യം വിട്ടുകൊടുക്കരുത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കാര്യം അത് വേണ്ടത് മതി എന്ന് പറഞ്ഞ് ചൂസ് ചെയ്യാൻ നിൽക്കരുത്. അപ്പോൾ ഇൻസ്റ്റൻറ്റ് പ്ലഷറിന് വേണ്ടി നമ്മളൊന്നും ചെയ്യരുത്. ലൈഫ് ലോങ് കൂടെ നിൽക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി വേണം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട്. അതുപോലെ ഏതൊരു കമ്പനിയിലോ ഏതൊരു ഫീൽഡിലോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ടൈം കൊടുത്ത് നിൽക്കുക, വർഷങ്ങളോളം ചിലപ്പോൾ നിൽക്കേണ്ടി വരും. അപ്പോൾ മാത്രമാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് ഉറപ്പാണ് നമ്മുടെ ലൈഫിൽ മെല്ലെ മെല്ലെ അതിൻ്റെ ഒരു വിജയം നമുക്ക് കാണാനായിട്ട് പറ്റും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. നിങ്ങൾക്ക് ഇതൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങളുടെ ലൈഫ് സെറ്റ് ആയിരിക്കും. മേ ബി മാസങ്ങളെടുക്കും, വർഷങ്ങളെടുക്കും. ഇന്ന് ഏത് നാളെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ടൈം എടുക്കും, ക്ഷമ വേണം.